വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള ബി.ജെ.പിയുടെ കേരളത്തിലെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ആ പട്ടികയ്ക്കകത്തുള്ള സർപ്രൈസ് പത്തനംതിട്ടയായിരുന്നു. പത്തനംതിട്ടയിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പി.സി. ജോർജ് സ്ഥാനാർത്ഥിയാവുമെന്നാണ്. പി.സി. ജോർജും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ പി.സി. ജോർജ് പത്തനംതിട്ടയിലില്ല. പകരം എ.കെ. ആൻ്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആൻ്റണിയാണ് പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി. അതിൻ്റെ ആ ഇച്ഛാഭംഗം ശക്തമായിട്ട് തന്നെ പി.സി. ജോർജിനുണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് പരസ്യമായ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുകയും ഒരുപാട് ചീത്ത പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ചീത്ത പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാനത്തെ ബി.ജെ.പിക്കാർക്ക് കാര്യമായിട്ടതും കൊണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് പരസ്യ പ്രതികരണം നടത്തുകയും കൺട്രോൾ കൊണ്ടുവരണമെന്ന് പി.സി. ജോർജിന് ഒരു കൺട്രോൾ വേണമെന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. പിന്നെ അതിനുശേഷം അനിൽ ആൻ്റണി സംസ്ഥാനത്ത് വന്നു. അതിനുശേഷം അനിൽ ആൻ്റണി ഇന്ന് പി.സി. ജോർജിനെ പോയി കാണുകയും ചെയ്തു. മഞ്ഞൊരുക്കാൻ വേണ്ടി വെടിനിർത്തലിന് വേണ്ടിയാണ് അനിൽ ആൻ്റണി പി.സി. ജോർജിനെ പോയി കണ്ടതിന് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടു. ആ സമയത്ത് ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ, മാധ്യമപ്രവർത്തകരുടെ ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ചാൽ, ബിഷപ്പുമാരുടെ പിന്തുണ അനിൽ ആൻ്റണിക്ക് ഉണ്ടാകുമോ എന്നാണ്. അതിന് പി.സി. ജോർജ് പറഞ്ഞ മറുപടി കേൾക്കേണ്ട മറുപടിയാണ്. അനിൽ ആൻ്റണിക്ക് ആ പിന്തുണ ഇല്ലെന്ന് പരസ്യമായിട്ട് അദ്ദേഹം അങ്ങ് പറഞ്ഞു. ആദ്യത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അത് ഞാൻ കരുതുന്നില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ ചർച്ച ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായി അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു. കാരണം ഞാനുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധമാണ്. അതുകൊണ്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ആ മൂവ്മെൻറ്റിന് ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കള്ളം പറഞ്ഞ് പാരമ്പര്യമൊന്നും എനിക്കില്ല. ഒരു മൂവ്മെൻറ്റിന് ചെറിയ തടസ്സമുണ്ട്. ആ തടസ്സം എങ്ങനെ നീക്കാൻ ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ഒരു അനീറ പ്രവർത്തനത്തിലായി, മനസ്സിലായില്ലേ? എങ്ങനെ അത് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തീർച്ചയായിട്ടും നോക്കും. അതിൻ്റെ ആവശ്യം തന്നെ ബി.ജെ.പിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ബി.ജെ.പിക്ക് ആവശ്യത്തിന് വെച്ചും പ്രവർത്തകരുണ്ട്. ഞാൻ പോകേണ്ടടുത്ത് ഞാൻ പോവും, പ്രവർത്തകർ പോകേണ്ടടുത്ത് പ്രവർത്തകർ പോവും. ഒരു സംശയം വേണ്ട. ഞാൻ പോകേണ്ടടുത്ത് ഞാൻ പോകും. സംശയം എന്താ? ഉത്തരവാദിത്വം ഉണ്ട്. ബി.സി.ക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ഇവിടുത്തെ പ്രമുഖ ബി.ജെ.പി നേതാവാണ്. എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതല്ല ഇപ്പൊ നടന്നിരിക്കുന്നേ. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലേ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാറേ, ഇന്ന് രാവിലെ മുതൽ ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. പലരോടും ഞാൻ സംസാരിച്ച് കഴിഞ്ഞു. അവരുടെ തർക്കങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ അതിലൊക്കെ പ്രമുഖരായ വ്യക്തിത്വങ്ങളും ബിഷപ്പുമാരുണ്ട്. അവരെ ഞാൻ കാണുന്നുണ്ട്. ഉടനെ പോയി സംസാരിക്കുക. അതായാലും ശരിയാണ്. ഞാൻ കാസയുടെ ഭാരവാഹി ഇന്ന് കിട്ടിയില്ല. കാസയുടെ നമ്മുടെ കെവിൻ പീറ്ററാണ്. കെവിൻ പീറ്റർ മാത്രമല്ല, അവർ നല്ല ഒരു നേതൃനിരയാണ്. കെവിനെ ഒന്ന് ബന്ധപ്പെടാൻ ഇന്ന് കഴിഞ്ഞില്ല. കെവിനെ സംസാരിക്കും, തീർച്ചയായിട്ടും എല്ലാവരും സംസാരിക്കും. അല്ല, അവരിപ്പോൾ ഞാൻ ഇങ്ങനെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചു പോയപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. അതിപ്പോൾ വേറൊരാളായിപ്പോയി. പാർട്ടിയുടെ തീരുമാനമാണ്, അത് അംഗീകരിക്കാനുള്ള മര്യാദ കാണിക്കണമെന്ന് ഞാൻ പറയും. അത് എന്നെ അത്രമാത്രം പ്രേമിക്കുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യാം? അതൊക്കെ അങ്ങനെ കരയുന്നവരുണ്ട്. എൻ്റെ പ്രവർത്തനം അതുപോലെ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് അത് സമ്മതിച്ചല്ലോ. അങ്ങനെ നല്ല പ്രവർത്തനം അനിൽ ആൻ്റണിയിൽ നിന്നുണ്ടാവും, ഒരു സംശയം വേണ്ട. അതാണ് നമ്മുടെ ശ്രമം. ആരെ? ഞാനോ? അങ്ങനെ ഞാൻ പത്തനംതിട്ട മത്സരിക്കും. ഈ കൊച്ചെന്നെ ചോദിക്കുന്നത്. എൻ്റെ മാളെ ഇത് പത്തനംതിട്ട മത്സരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി ഇതേ നിൽക്കുന്നു. അപ്പോൾ ഇനി ഞാൻ എന്നാ മത്സരിക്കുന്നത്? ഇല്ല, ഞാൻ ഇല്ല. ഞാൻ അറിയാമല്ലോ. രമേശ് പറയട്ടെ. രമേശ് അല്ല ആര് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചോളം ചോദിക്കണ്ട. ഞാൻ 91, നിങ്ങൾക്കറിയാം, 1991 പൂഞ്ഞാർ നിയമമണ്ഡലത്തിൽ എൻ ജോസഫ് MLA ആയിരുന്നു. എൻ ജോസഫിന് മുന്നണി ജോസഫ് കൂടി ഞാൻ ഉൾപ്പെടെ എന്നെ തൊടുപടി നിർത്താൻ PJ എത്രയോ നിർബന്ധിച്ചു. ഞാൻ സോറി, നിൽക്കില്ല. എൻ്റെ നിയമത്തിൽ നിൽക്കുന്നുള്ള വാശിയാണ്. പിന്നെ 96 ആയപ്പം പൂഞ്ഞാറത്തിന് നിന്ന് ജയിച്ചാൻ MLA ആയി. 2021 വരെ MLA ആയി. എന്നതുപോലെ പത്തനംതിട്ട എന്ന് പറയുന്നത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽപ്പെടുത്ത പ്രദേശം പത്തനംതിട്ടയാണ്. പത്തനംതിട്ട അല്ലാതെ ഒരു സ്ഥലത്തും പാർലമെന്റിലേക്ക് മത്സരിച്ച് എന്നെ കിട്ടുകയില്ല, ഒരു സംശയം വേണ്ട. അനിൽ ആൻ്റണിക്ക് പിന്തുണ ഉണ്ടാകത്തില്ല, പിന്തുണ ഉണ്ടാക്കി എടുക്കണമെന്നാണ് പി.സി. ജോർജ് പറഞ്ഞത്. മാത്രമല്ല, ഒരു സീറ്റ് എങ്ങനെയാണ് വിജയിക്കാൻ പോകുന്നത് കാണിച്ചു തരാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതും പത്തനംതിട്ട സീറ്റ് അനിൽ ആൻ്റണി ജയിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, അത് ജയിപ്പിക്കുമെന്നാണ് പി.സി. ജോർജ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ
പത്തനംതിട്ടയിൽ എന്തായാലും അനിൽ ആന്റണി ജയിക്കാൻ പോകുന്നില്ല. അത് PC ജോർജിനും വളരെ നന്നായിട്ട് അറിയാം. അത് വ്യക്തമായിട്ട് എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് പറയാതെ പറയുകയാണ്. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയും ചെയ്യും. PC ജോർജിന് തന്നെ മനസ്സിലായിട്ടുണ്ട് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ജയിക്കാൻ പോകുന്നില്ല. അത് വ്യക്തമായിട്ട് പരസ്യമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് തൊട്ട് സൈഡിൽ ഇരുന്ന് അനിൽ ആന്റണി ഇതെല്ലാം കേട്ടത്. പക്ഷേ കൃത്യമായിട്ട് രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്, പത്തനംതിട്ടയിൽ എന്തായാലും ഇത്തവണ താമര വിരിയാൻ പോകുന്നില്ല. അത് PC ജോർജിനും അറിയാം, കെ സുരേന്ദ്രനും അറിയാം, സകലമാന BJP-ക്കാർക്കും അറിയാം. അനിൽ ആന്റണിക്ക് അറിയാവൂ എന്ന കാര്യം എന്തായാലും ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന അന്ന് നമുക്ക് മനസ്സിലാവും. എന്തൊക്കെയാലും നിലവിലത്തെ സാഹചര്യത്തിൽ എന്തായാലും പത്തനംതിട്ടയിൽ താമര വിരിയാൻ പോകുന്നില്ല.